ഇപ്പൊ യൂട്യൂബ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ പരസ്പരം വ്യഭിചാരിയിട്ടുള്ള പല വീഡിയോകളും കാണുന്നുണ്ട്. ഇല്ലാ കഥകൾ കെട്ടിച്ചമച്ചും, അതായത് ആരോപണങ്ങൾ ഉന്നയിച്ചും വന്നതൊക്കെ. ഇവിടെ സൈബർ ക്രൈം എന്നുള്ളൊരു വ്യവസ്ഥയുണ്ട്, ഒരു നിയമമുണ്ട്. ഒരാളെ കുറിച്ചിട്ട് മോശമായ രീതിയിൽ അയാളെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ വീഡിയോകളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ പ്രചരിപ്പിക്കുകയാണെങ്കിൽ കടുത്ത നിയമ നടപടിക്ക് വിധേയമാകണമെന്നാണ്. പക്ഷെ പലപ്പോഴും ഇത് ഇവിടെ ലംഘിക്കപ്പെടുന്നു. അതായത് ഇവിടെ ആ സംഭവം പ്രായോഗികമായി നടപ്പിലാക്കുന്നത് കൊണ്ടാണ് ഈ തരത്തിൽ പരസ്പരം ചളിവാരി എറിയുന്ന രീതിയിലേക്ക് പലവരും എത്തിപ്പെടുന്നത്. ചിലവർ അവരുടെ ചാനലിന് വ്യൂസിന് വേണ്ടിയിട്ട്, അതായത് റീച്ചിന് വേണ്ടിയിട്ടാണ് ഇല്ലാ കഥകൾ ചെറിയൊരു പൊടിപ്പും തേങ്ങളും വെച്ചിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയും അതുപോലെ തന്നെ മറ്റുള്ളവരെ വ്യക്തിഹത്യ ചെയ്തുമൊക്കെ വീഡിയോ ചെയ്യുന്നത്. ഇവിടെ ഒരു യുവതിയുടെ ഒരു ഇതാണ്. ആ യുവതിയുടെ പേരോ ഇതൊന്നും ഞാനിവിടെ പരാമർശിക്കുന്നില്ല. കാരണം ചില ദിവസങ്ങളായി യൂട്യൂബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ യുവതിയെ കുറിച്ചിട്ടാണ് പലവരും വീഡിയോ ചെയ്യുന്നത്. ആ യുവതി തന്നെ വിവാദങ്ങൾക്ക് വെടിത്തെളിയിക്കുന്ന തരത്തിലേക്കാണ് ആ യുവതിയുടെ വീഡിയോയിൽ തന്നെ പറഞ്ഞത്. ഇവിടെ യുവതി എന്ന് പറയാൻ കാരണം അദ്ദേഹത്തിന്റെ പേരെന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എടുക്കാൻ പറ്റും. അവർ ഒരു ഭർത്താവ് മരണപ്പെട്ടു പോയ ഒരു വിധവയാണ്. പിന്നെ അതുപോലെ തന്നെ 5 മക്കളുടെ ഒരു ഉമ്മയാണ്. ആ രീതിയിലാണ് അവർ ആദ്യം വീഡിയോവുമായി രംഗപ്രവേശനം ചെയ്തത്. അങ്ങനെ ഒരുപാട് സിമ്പതികൾ, ഒരുപാട് അനുകമ്പങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അവർക്ക് നേടുകയും ചെയ്തു. അങ്ങനെ അവരുടെ ചാനൽ വളരെ റീച്ചായിട്ട് മാറുകയും ചെയ്തു. അങ്ങനെ ലക്ഷക്കണക്കിന് വ്യൂസുകളും മറ്റുമൊക്കെ അവർ എത്തി. അങ്ങനെ അവർക്ക് ഒരു നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഒരു പബ്ലിസിറ്റി കിട്ടുന്ന തരത്തിലേക്ക് എത്തി. പിന്നീടാണ് ആ യുവതി ഒരു രംഗപ്രവേശനം ചെയ്തിട്ട് പറയുന്നത്, ഞാൻ വിവാഹം കഴിച്ചു എന്നുള്ള രീതിയിൽ. അതായത് അവർ ഒരു വിവാഹം കഴിച്ചു, അവരെങ്കാട്ടും പ്രായം കുറഞ്ഞ യുവാവിനെ വിവാഹം കഴിച്ചു എന്നുള്ള രീതിയിൽ ഒരു ഇത് വന്നു. അതിന്റെ പേരിൽ ഏറ്റുപിടിച്ചിട്ട് പലവരും ആ യുവതിയെ കുറ്റപ്പെടുത്തിയിട്ടും മറ്റുമൊക്കെ വീഡിയോ ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വീണ്ടും ആ യുവതി തന്നെ രംഗപ്രവേശനം ചെയ്തിട്ട് പറഞ്ഞത്, ഞാൻ അങ്ങനെ ഒരു വിവാഹം കഴിച്ചിട്ടില്ല, അത് പറഞ്ഞത് വെറുതെയാണ്. അത് പറയാനുള്ള കാരണം പലവരും എന്നെ വിളിച്ച് വിവാഹ അഭ്യർത്ഥന നടത്തി ശല്യം ചെയ്യുന്നു. ആ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വ്യാജമായി വിവാഹം കഴിച്ചു എന്നുള്ള രീതിയിൽ പറഞ്ഞത് എന്നാണ് ആ യുവതി തന്നെ പറഞ്ഞത്. ഇതിനിടയിൽ ആ യുവതിക്കെതിരെ ആ യുവതിയുടെ സ്വന്തം ഭർത്താവിന്റെ നാത്തൂൻ തന്നെ കടുത്ത ആരോപണമായി രംഗപ്രവേശനം ചെയ്യും, അതിനെതിരെ നിയമപരമായി നീങ്ങുമെന്നൊക്കെയാണ് ആ യുവതി പറഞ്ഞത്. ഇപ്പോൾ ആ യുവതി ഒരു വലിയൊരു നിയമത്തിന്റെ നൂലാമാലയിൽ അകപ്പെട്ടിരിക്കുകയാണ്. കാരണം ഒരു യുവതിയായ ബ്ലോഗർക്കെതിരെ കടുത്ത ഒരു വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിൽ, അതായത് മാനനഷ്ടത്തിലാകുന്ന തരത്തിലേക്കുള്ള ഒരു ആരോപണം ഫോട്ടോ സഹിതം അവരുടെ ചാനൽ പ്രചരിപ്പിച്ചതിന്റെ പേരിൽ അവർക്കൊ കേസ് കൊടുത്തിരിക്കുകയാണ്. അതൊരു കടുത്ത നിയമ നടപടിയിലേക്ക് പോകുന്ന ഒരു കാര്യമാണ്. അതായത് ഒരാളെ വ്യക്തിഹത്യ എന്ന് പറയുമ്പോൾ, അതും മോശമായ തരത്തിൽ കെട്ടിച്ചമച്ചുകൊണ്ട് ഒരു വ്യക്തിഹത്യ ചെയ്യുക എന്ന് പറയുമ്പോൾ, അതൊക്കെ ഫോട്ടോക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് വ്യക്തിഹത്യ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് കടുത്ത നിയമ ലംഘനം തന്നെയാണ്. ഇവിടെ നമ്മൾ കാര്യം മനസ്സിലാക്കണം. എല്ലാവർക്കും റീച്ചിനും അതുപോലെ തന്നെ ചാനൽ വളരാനും വേണ്ടിയിട്ടും ഒക്കെയാണ് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇൻകം കിട്ടട്ടെ, ഒരു വരുമാനം കിട്ടട്ടെ എന്നുള്ള തരത്തിലൊക്കെയാണ് വീഡിയോ ചെയ്യുന്നത്. അത് ഞാനടക്കമായാലും. പക്ഷെ എന്തിനാണ് നമ്മൾ പരസ്പരം പെഴിചാരിയിട്ട് പരസ്പരം കുറ്റപ്പെടുത്തിയിട്ട് ഈ തരത്തിൽ വീഡിയോ ചെയ്യേണ്ട ആവശ്യം? ഒരു യഥാർത്ഥ വിശ്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ കുറിച്ചിട്ട് ഇനി പിള്ള കാര്യം തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ തന്നെ അത് വലിയൊരു പാവമാണ്. ഒരിക്കലും നമ്മൾ ഒരാളുടെ കുറവുകളെ പൊതുസമൂഹത്തിന് മുമ്പിൽ പ്രചരിപ്പിക്കുന്നതും പറയുന്നതും അത് കടുത്ത തെറ്റ് തന്നെയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത്, അതായത് അദ്ദേഹം വിശ്വസിക്കുന്ന വിശ്വാസത്തിനെ സംബന്ധിച്ചിടത്തോളം അത് മഹാപാവമാണ്. അതിലുപരി നിയമപരമായിട്ടുള്ള ഒരു തെറ്റും കൂടിയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ ഒരു ചാനലിനെ റീച്ച് കൂട്ടുക, അല്ലെങ്കിൽ ചാനലിനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻകം ആയിട്ട് വർദ്ധിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം വെച്ചിട്ട് എന്തിനാണ് പരസ്പരം ചളിവാരി എറിയേണ്ട ആവശ്യം?